കണ്ടോ, ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ മന്ദിക്കണം. പക്ഷേ എൻ്റെ ചെരുപ്പ് ഞാനിവിടെ ഊരിയിട്ടിട്ടാണ് ടോയ്ലറ്റിനുള്ളിലോട്ട് കയറുന്നത്. ഇത് ഞാൻ വീടിൻ്റെ ഉള്ളിൽ മാത്രം ഉപയോഗിക്കുന്ന ചെരുപ്പാണ്, പുറത്ത് യൂസ് ചെയ്യാറില്ല, വീടിൻ്റെ ഉള്ളിൽ മാത്രം. അപ്പോൾ അത് ടോയ്ലറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറ്റേണ്ട ആവശ്യമില്ല. ടോയ്ലറ്റ് ഏറ്റവും വൃത്തികെട്ട സ്ഥലമാണെന്നറിയാമല്ലോ. നമ്മുടെ വീടിനുള്ളിൽ ഏറ്റവും വൃത്തികെട്ട സ്ഥലവും ഏറ്റവും വൃത്തിയാക്കേണ്ടതുമായ ഒരു സ്ഥലമാണ് ടോയ്ലറ്റ്. എപ്പോഴും വൃത്തിയായിരിക്കേണ്ട സ്ഥലമാണ് കേട്ടോ, വൃത്തിസ്ഥിതിക്കുക. അപ്പം നമ്മൾ ചെരുപ്പ് ടോയ്ലറ്റ് വേണം നിർബന്ധമുള്ള ആൾക്കാർ സൈഡിലൊരു ചെരുപ്പ്, ഒരു ജോഡി ചെരുപ്പ് വെക്കുക. എന്നിട്ട് ടോയ്ലറ്റിനുള്ളിലേക്ക് കയറുമ്പോൾ ആ ചെരുപ്പ് യൂസ് ചെയ്യുക. ഓക്കെ, ഇപ്പം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കണ്ടോ, ഇതാണ് നമ്മുടെ ഫ്ലഷ് യൂറോപ്യൻ ക്ലോസറ്റാണ്. ഇത് ഫ്ലഷാണ്. ഇപ്പോൾ എല്ലായിടത്തും തന്നെ യൂറോപ്യൻ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പം നമ്മൾ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ യൂറിൻ പാസ് ചെയ്യും അല്ലേ. ഇതിപ്പോൾ ഞാൻ സോപ്പും പത ഇട്ട് തേച്ച് കഴുകി വെച്ചേക്കുന്നുണ്ടാകും. പത യൂറിൻ പാസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പം യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്ലഷ് ഫുള്ളും വെള്ളം കളയും അല്ലേ. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് യൂറിൻ പാസ് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ എത്രമാത്രം വെള്ളം വേണം യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകാൻ വേണ്ടിയത്. അപ്പോൾ അതിന് മാത്രമുള്ള വെള്ളം ഇതിൻ്റെ പതുക്കെ ചെയ്യുക. എന്നിട്ട് അതുപോലെ ഫുള്ള് ഈ ടാങ്കിലുള്ള ഫുള്ള് വെള്ളം യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ക്ലീൻ ആക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വെള്ളം ലാഭിക്കാൻ കഴിയും. നേരെ മറിച്ച് അതായത് അപ്പിയിടാനാണ് പോകുന്നതെങ്കിൽ അത് ഫുള്ളായിട്ടും നമുക്ക് വെള്ളം വേണം. അപ്പം അത് ഫുള്ളുക. അപ്പോൾ പലരും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ചെയ്തിട്ട് യൂറിൻ പാസ് ചെയ്തിട്ട് വേഗം വരും യൂറിൻ പാസ് ചെയ്യും, ഇത് ഫുള്ളൊന്ന് താത്തിട്ടിട്ട് അവർ ഇറങ്ങിപ്പോകും. അത്രയും വെള്ളം വേസ്റ്റ് ആവുകയാണ്. അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആണുങ്ങൾ ഇപ്പം മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ അവർ ഇങ്ങനെ മൂത്രമൊഴിക്കാൻ വരും. എന്നിട്ട് ഇങ്ങനെ മൂത്രമൊഴിക്കും. ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും മൂത്രം ഒഴിക്കുന്നത്. അവർ നിന്നുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും മൂത്രം. ഇതിലൊക്കെ തെറിക്കും, ഈ സാധനത്തിലൊക്കെ തെറിക്കും അല്ലേ. അപ്പം അങ്ങനെ ചെയ്യരുത്. ഇത് പൊക്കി വെക്കുക. പൊക്കി വെച്ചതിന് ശേഷം താത്തി പിടിച്ച് വെക്കുക. അപ്പോൾ അത് ആ വെള്ളത്തിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ. മൂത്രം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു കുലുക്കലുണ്ടല്ലോ, ആ കുലുക്കലിൻ്റെ ആവശ്യമില്ല. അത് ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് തുടയ്ക്കുക. എന്നിട്ട് ഫ്ലഷ് ചെയ്യുക, പോവുക. ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് ഇത് ക്ലോസ് ചെയ്തിട്ട് ഫ്ലഷ് ചെയ്യുക. ഓക്കെ, അപ്പം ഇത് ഫ്ലഷ് ചെയ്യുമ്പോൾ പുറത്തേക്ക് തെറിക്കാതെയും അതിനുള്ളിൽ തന്നെ വെള്ളം ഫ്ലഷ് ചെയ്യുമ്പോൾ പുറത്തേക്ക് കുഞ്ഞു തരികളായിട്ട് പുറത്തേക്ക് തെറിക്കുക. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഇതൊരു വൃത്തിയുടെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞേക്കുന്നൊരു കാര്യമാണ്. നമ്മൾ മക്കളെ ഇത് പഠിപ്പിക്കുക.